ലോകോത്തര താരങ്ങൾ മുഖാമുഖം വരുന്ന വേദി കൂടിയാണ് ഒളിമ്പിക്സ്. ഇക്കൂട്ടത്തിലെ മിന്നും താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം. ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസ്തവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. 206 രാജ്യങ്ങളിൽ നിന്നായി പാരീസിലെത്തുന്നത് 10,500 അത്ലറ്റുകൾ. ഇക്കൂട്ടത്തിൽ പ്രത്യേകം കണ്ണുവെക്കേണ്ട ചിലരുണ്ട്. ആരൊക്കെയെന്ന് നോക്കാം. ഒന്നാമൻ നമ്മുടെ നീരജ് ചോപ്ര തന്നെ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് ചരിത്രത്തിലെ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവ്. ലോക ചാമ്പ്യൻഷിപ്പിലും ഡയമണ്ട് ലീഗിലും കോമൺവെൽത്ത് ഗെയിംസിലും ഏഷ്യൻ ഗെയിംസിലും എല്ലാം സ്വർണ്ണമണിഞ്ഞ ഇന്ത്യയുടെ ഗോൾഡൻ ബോയ് തന്നെയാണ് പാരീസ് ഒളിമ്പിക്സിലെ ജാവലിൻ ത്രോയിലും ഫേവറേറ്റ്. സിമോൺ ബൈൽസ് 2016 റിയോ ഒളിമ്പിക്സ് ജിംനാസ്റ്റിക്സിൽ 4 സ്വർണവും 1 വെള്ളിയും നേടിയ ഈ അമേരിക്കക്കാരി 2020 ടോക്കിയോയിൽ മത്സരങ്ങൾക്കിടെ പിന്മാറിയത് വലിയ ചർച്ചയായി. കായിക താരങ്ങളുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾക്ക് അത് വഴിവെച്ചു. വൻ തിരിച്ചുവരവ് നടത്തിയ സിമോൺ ബൈൽസിന് പലതും തെളിയിക്കാനുണ്ട് പാരീസിൽ. അർമാൻഡ് ഡുപ്ലാന്റിസ് പോൾ വാൾട്ടിലെ ലോക റെക്കോർഡ് 8 തവണ തിരുത്തിക്കുറിച്ച ഈ സ്വീഡിഷുകാരന്റെ ലക്ഷ്യം 2ാം ഒളിമ്പിക് സ്വർണം. ഷെല്ലി ആൻഡ് ഫ്രൈസർ പ്രൈസ് 2008ലെയും 2012ലെയും 100 മീറ്ററിലെ വേഗറാണിയായ ഷെല്ലി ഈ ഒളിമ്പിക്സോടെ വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 37ാം വയസ്സിലും ട്രാക്കിലെ മിന്നൽ പിണറായ ഈ ജമൈക്കക്കാരി തന്നെയാണ് ഇത്തവണയും 100 മീറ്ററിലെ ശ്രദ്ധാകേന്ദ്രം. നോഹ ലൈൽസ് 100, 200 മീറ്ററുകളിലെ ലോക ചാമ്പ്യനായ ഈ അമേരിക്കക്കാരനാണ് ഇത്തവണത്തെ 100 മീറ്ററിലെ ഫേവറേറ്റുകളിലൊന്ന്. റാഫേൽ നദാൽ ക്ലേക്കോട്ടിലെ രാജാവ് ടെന്നീസിലെ 2ാം ഒളിമ്പിക് സ്വർണം ലക്ഷ്യമിട്ടാണ് ഇത്തവണ പാരീസിലെത്തുന്നത്. കാർലോസ് അൽക്കാരസിനൊപ്പം ഡബിൾസിലും സ്പെയിനായി കളിക്കും റാഫ. നീന്തൽക്കുളത്തിലെ സ്വർണ്ണ മത്സ്യങ്ങളാകാൻ അമേരിക്കയുടെ കാലബ് ഡ്രസ്സിലും കാത്തികളെടുക്കുകയും ഇത്തവണയുമുണ്ട്. ദീർഘദൂര ഓട്ടക്കാരൻ എലൂദ് കിപ്ചോഗെ, ബാസ്കറ്റ്ബോൾ താരം ലെബ്രോൺ ജെയിംസ് തുടങ്ങിയ താരങ്ങളിൽ താരമായവർ ഏറെയുണ്ട് പാരീസിലെ നക്ഷത്രക്കൂട്ടത്തിൽ.